ഈ സോവിയറ്റ് യൂണിയനിലെ അല്ലെങ്കിൽ ഇന്നത്തെ റഷ്യയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താണെന്നറിയോ? ലോകത്ത് എവിടെയും ഉള്ളതുപോലെ തന്നെ രണ്ട് എക്സ്ട്രീം നിങ്ങൾക്ക് ഒരിടത്തും ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഉള്ളവനും ഇല്ലാത്തവനും ഇവിടെയെല്ലാം നിങ്ങൾക്ക് കാണാം. നിങ്ങൾ മോസ്കോയിലേക്ക് ചെന്നാൽ ലോകത്തെ ഏറ്റവും സുന്ദര നഗരമാണ് അന്നും ഇന്നും, ഏറ്റവും ആഡംബരത്തിൽ നിറഞ്ഞ നഗരമാണ് അന്നും ഇന്നും. എന്നാൽ റഷ്യയുടെ ഉൾഗ്രാമങ്ങളിലേക്ക്, സൈബീരിയയുടെ ഉൾഗ്രാമങ്ങളിലെ ഉൾപ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ, അല്ലെ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഉസ്ബെക്കിസ്ഥാനിലെയോ കസാക്കിസ്ഥാനിലെയോ ഉൾഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ ഇന്നും മറിഞ്ഞു വീഴാറായ മരവീടുകളിൽ ജീവിക്കുന്ന മനുഷ്യരെ കാണാം. മനസ്സിലല്ലേ? തജിക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ, പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന തജിക്കിസ്ഥാൻ്റെ ഉൾനാടുകളിലൂടെ എത്രയോ ഞാൻ യാത്ര ചെയ്തു. കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ മറിഞ്ഞു വീഴാറായ മരവീടുകളിൽ ഇന്നും വസിക്കുന്ന പട്ടിണിപ്പാവങ്ങളുടെ എത്രയോ കഥകൾ ഞാൻ വിഷ്വൽസ് ഞാൻ കാണിച്ചിരിക്കുന്നത്. എത്രയോ ഗ്രാമങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കുന്നു. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്നും അവർക്ക് പുരോഗതികാരിയായിട്ട് വന്നിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം. അന്നും ഇങ്ങനെയായിരുന്നു, ഇന്നും ഇങ്ങനെയാണ്. അപ്പം ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കൽ 70 കൊല്ലം നോക്കിയിട്ടും അവിടെ പലപ്പോഴും നടന്നിട്ടില്ല. പക്ഷേ റഷ്യയുടെ പല പട്ടണങ്ങളും അവർ ഏറ്റവും മികച്ചതാക്കാൻ ശ്രമിച്ചു. ലോകത്തിൻ്റെ മുമ്പിൽ അവർ കാണിച്ചു കൊടുത്തത് മുഴുവൻ നമ്മൾ കണ്ട സാഹിത്യത്തിലൂടെ കണ്ടതൊക്കെ ഈ പറഞ്ഞ ഒരു റഷ്യയുടെ ഒരു വരേണ്യ വിഭാഗത്തിൻ്റെ കഥകളായിരുന്നു എന്നുള്ളതാണ് സത്യം.